Guys, the last time I saw a certain nobody, after being triggered by some bad guys, he went on a killing spree and took down 500 people all by himself. Well, is this Prithviraj Sukumaran star anything like John Wick? Keep watching. We'll let you know exactly what we felt after watching the movie I Nobody. Hola amigos, Hi guys, welcome back to Cinepolis once again. So, I Nobody, directed by Nisam Bashir and starring പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്. ആൻഡ് മെനി അതേഴ്സ്. അപ്പോൾ അധികം ലാഗിലാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. സിനിമ എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂറുണ്ട്. ആൻഡ് ആ 1.5 മണിക്കൂറിൽ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം, ഒരു അടിപൊളി ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം കണ്ടൊരു ഫീലാണ് കിട്ടിയത്. ആൻഡ് റിയലി ഗുഡ്. റൈറ്റിംഗ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ബാക്കി മ്യൂസിക്കും ഫൈറ്റ് സീക്വൻസും എല്ലാം അടിപൊളിയുണ്ട്. എല്ലാം ടെക്നിക്കൽ സൈഡ് അടക്കം എല്ലാം കൊണ്ടും ഫസ്റ്റ് ഹാഫ് വാസ് പീക്ക് സിനിമ. അടിപൊളിയുണ്ടായി, അടിപൊളി സിനിമ. ആൻഡ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിന് നേരെ തിരിച്ചായിപ്പോയി. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഫാമിലി ഡ്രാമ ആൻഡ് ഇമോഷണൽ കാര്യങ്ങൾ കൂടുതൽ അവിടെയാണ് ഉള്ളത്. ഇമോഷണൽ വെയിറ്റേജ് ഉണ്ട്, പിന്നെ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ട് അങ്ങനെയാണ് പോയേക്കുന്നത്. അത് കാരണം ഈ സിനിമ എനിക്ക് പേഴ്സണലി വളരെ ആവറേജ് ആയിട്ട് തോന്നി. ഇത്രയും നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ടായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സെക്കൻഡ് ഹാഫായിട്ട് ഒട്ടും തോന്നിയില്ല. എസ്പെഷ്യലി ഈ റൈറ്റിംഗ് സൈഡ് ഇത്രയും ഡൗൺ ആയി പോയതുകൊണ്ട്. ടെക്നിക്കൽ ഫസ്റ്റ് ഹാഫിൽ ഇവൻ പറയുകയും ചെയ്തു, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ വേറൊരു കഥയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഇത്രയും നല്ല ഫസ്റ്റ് ഹാഫ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഓക്കെ ഇത് ഇത്രയും നല്ലതാണ്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും. എനിക്ക് അത്രയും ക്ഷമ ഉണ്ടായില്ല ഈ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നറിയാം. വേറെ കഥയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കുറച്ച് തിയറീസ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു സിനിമയും പോലെ വളരെ ജനറിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു. ഭാര്യ, ഭർത്താവ്, മകൾ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് ആ സെക്കൻഡ് ഹാഫ് പോകുന്നത്. ആ ഇൻസിഡൻറ്റ് കാരണം സിനിമയിൽ കുറച്ചധികം ഇമോഷൻസ് വരുന്നുണ്ട്. അത് കാരണം ഒരു പൊളിറ്റിക്കൽ ആംഗിൾ സിനിമക്ക് അവിടെ വെച്ച് വരുന്നുണ്ട്. അതൊക്കെ വന്നപ്പോഴേക്കും അതും വേണ്ടായിരുന്നു ആ പൊളിറ്റിക്കൽ ഇതൊന്നും. മീൻസ് അതൊന്നും വർക്കായില്ല. അത് എനിക്ക് ഒട്ടും വർക്കായില്ല. ആൻഡ് ക്ലൈമാക്സ് ഓൾസോ എനിക്ക് ഒട്ടും വീക്കായിട്ട് തോന്നി. അപ്പോൾ ഈ സിനിമ തുടങ്ങി വെച്ച് നോക്കുമ്പോൾ അത് തുടക്കം മിസ് ചെയ്യരുത്. ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 5 minutes ഉണ്ട്. ആൻഡ് ഉറപ്പിക്കുക നിങ്ങൾ തിയേറ്ററിൽ സീറ്റഡ് ആണെന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമയുടെ ഫുൾ അതെ സിനിമയുടെ സ്ട്രെങ്ത് ആണ് ആ 5 minute. അത് പൃഥ്വിരാജ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും കാണണം. ആൻഡ് ആ സമയത്ത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറായിട്ടുള്ള, ഇതിലും ഡ്രൈവർ പാർട്ട് ടൈം ഫിലിം മേക്കർ ആൻഡ് ഫുൾ ടൈം ആക്ടർ ആയിട്ടുള്ള ഖാലിദ് റഹ്മാൻ ഇപ്പോൾ ഇതിനകത്തുണ്ട്. പുള്ളി ഇതിനകത്ത് ഡ്രൈവറാണ്. സഞ്ജു ശിവറാം, സുധീകോപ്പ കുറച്ച് നേരം ഉള്ളൂ. ബട്ട് ആ ഒരു സീക്വൻസ് ഈ സിനിമയിലെ തന്നെ ഹൈലൈറ്റ് ആയിരുന്നു. സൂപ്പർ സീക്വൻസ്, അടിപൊളി സീക്വൻസ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ ടൈറ്റിൽ എഴുതി വന്നു കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ആലോചിച്ചു, ഓക്കെ ഇത് ഇത്രയും റേഞ്ച് ആയിരിക്കും ഈ സിനിമ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ 1 minute പോലും ഈ സിനിമ വേറെയിലേക്ക് മാറിപ്പോകുന്നില്ല. എൻഗേജിങ് ആണ്, ത്രൂ ഔട്ട് എൻഗേജിങ്. ഒട്ടും ലാഗില്ല. ഈ സിനിമ ഒരു ടൈം ഇങ്ങനെ നമുക്കൊരു കഥയിലേക്ക് കയറാൻ ടൈം എടുക്കത്തില്ല. അതൊന്നും ഇല്ല. തുടക്കം തന്നെ വെരി ഫസ്റ്റ് സീനിൽ സിനിമ തുടങ്ങുക, വെരി ഫസ്റ്റ് സീൻ. അങ്ങനത്തെ ഒരു പോക്കായിരുന്നു. അപ്പം നമ്മൾ അത് വെച്ചിട്ടും കൂടെ ആണ് ഞാനിത് ജഡ്ജ് ചെയ്തത്. ഓക്കെ സെക്കൻഡ് ഹാഫ് വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് ദിസ്, ബട്ട് അതിൻ്റെ നോവെയർ നിയർ. ആൻഡ് ഐ വാസ് റിയലി ലെറ്റ് ഡൗൺ. ദ റൈറ്റിംഗ് വാസ് എ റിയൽ ലെറ്റ് ഡൗൺ. ആ റൈറ്റിംഗ് അവിടെ വില്ലനായെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. ബട്ട് അങ്ങനെയാണ്. അപ്പോൾ സിനിമ എനിക്കതുകൊണ്ട് ഓവറോൾ സിനിമ പ്രിറ്റി ആവറേജ് ആയിട്ട് തോന്നി. ഒരു കിഡിലൻ ഫസ്റ്റ് ഹാഫും ഒരു ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഒരു ലാഗ് അടിപ്പിക്കും. ഈ ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതേ ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് ഈ സെക്കൻഡ് ഹാഫ്. കുറച്ച് സ്ട്രെച്ച്ഡ് ആണ്. ഈ ഫൈറ്റ് സീക്വൻസ് കുറച്ച് അധികം ഉണ്ട്. ബട്ട് അധികം ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതെ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റമീസ് എംബി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ് ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ദിനേശ് പുരുഷോത്തമനാണ് ക്യാമറമാൻ. സിനിമാറ്റോഗ്രഫി വാസ് റിയലി ഗുഡ്. അയാൾ ലബർ പന്തൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമാറ്റോഗ്രഫി എൻ്റെ പീക്ക് സിനിമാറ്റോഗ്രഫി. അതുപോലെ എഡിറ്ററാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ പുള്ളീനെ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണിത് പുള്ളി എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ ചില സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതിൻ്റെ യൂസിങ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഡയറക്ഷൻ നിസാം ബഷീർ എനിക്ക്
പേഴ്സണലി എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ഡയറക്ടറാണ്. കെട്ടിയോളാനൻ്റെ മാലാഖയും അതുപോലെ റൊഷാക്ക് ഞാൻ തിയേറ്ററിൽ കണ്ട. അപ്പോൾ എനിക്ക് ഞാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുറേ ഓഡിയൻസിനൊന്നും കണക്ട് ആയിട്ടുണ്ടായില്ല. അതുപോലെ ഈവൻ മമ്മൂട്ടി ഫാൻസ് പോലും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ആ സിനിമയെ പറ്റി പറയുന്നത്. റിയലി നല്ല സിനിമയാണ്, റിയലി അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ് റൊഷാക്ക്. എനിക്കത് പേഴ്സണലി നന്നായിട്ട് തോന്നി. കാര്യം കുറച്ച് ഹോളിവുഡ് ടച്ച് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്ത രീതി സൂപ്പറായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും എന്നെ ഈ സിനിമയ്ക്ക് ഇന്ന് പോകാൻ എനിക്ക് തോന്നിയൊരു കാരണം നിസാം ബഷീർ എന്നുള്ള ആൾ മോർ ദാൻ പൃഥ്വിരാജ്, എനിക്ക് നിസാം ബഷീർ എടുക്കുന്ന ഒരു സിനിമയിൽ പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനായിരുന്നു എൻ്റെ ഇത്. ആൻഡ് ഇനി ആക്ടിങ് സൈഡ് നോക്കാം. പൃഥ്വിരാജ് ആക്ച്വലി ഇതിനകത്ത് ഒരു കളക്കൂറ്റിൻ്റെ അത്രയുണ്ട്. പുള്ളി ശരിക്കും എനിക്ക് തോന്നുന്നത് വാരണാസിക്ക് വേണ്ടിയാണെന്ന് പോട്ടെ, പുള്ളിയുടെ ബോഡി ഒരു നോർമൽ പേഴ്സണെയാണ് കാണിക്കുന്നത്. ബട്ട് ഈസ് ലുക്കിംഗ് ലൈക്ക് സംവൺ ഫ്രം WWE, ഫിസിക്കലി പീക്ക് ആയിട്ട്. പള്ളിച്ചട്ടമ്പി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് കുറച്ച് സീൻ ഉണ്ട്. അത് കാണാത്തവരോട് അധികം പറയുന്നില്ല, OTT വന്നിട്ടില്ല. ആ പൃഥ്വിരാജാണ് ഇതിനകത്ത്. സൂപ്പറായിരുന്നു പുള്ളിനെ, സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്താ എൻ്റെ അമ്മേ. അതുപോലെ പിന്നെ ഒരു ചെറിയ കൊച്ചുണ്ട് ഇതിനകത്ത്, രണ്ട് പിള്ളേരുണ്ട്. ഇളയ കൊച്ചിനാണ് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളാണ്. ഷീ വാസ് റിയലി ക്യൂട്ട്. അശോകൻ നല്ല റോളായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറും പോകെ ഈ അശോകന്റെ ക്യാരക്ടറിനും ഈ സെയിം ഈ ട്രാൻസിഷൻ സമയത്ത് സിനിമ തീരുന്ന ടൈമിൽ പുള്ളിയുടെ ക്യാരക്ടർ എൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഇമോഷണൽ വെയിറ്റേജ് എനിക്കൊന്നും കണക്റ്റ് ഒന്നും ആയില്ല. എനിക്ക് ആ ക്യാരക്ടർ എനിക്കത് പേഴ്സണൽ പുള്ളിയുടെ ഈ സിനിമയിലുള്ള റീസൺസ് ഒക്കെ പറയുമ്പോൾ എനിക്കത് അത്രയും കണക്റ്റ് ആയില്ല. അപ്പം അങ്ങനെ ക്യാരക്ടേഴ്സിനും ചില റൈറ്റിങ്ങിൽ ലാസ്റ്റ് ആയപ്പോഴേക്കും കുറച്ച് ഇങ്ങനെ ആ ഒരു ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മറുനാടൻ മലയാളിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. റിയൽ ലൈഫ് റെഫറൻസ് കുറച്ച് ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതും കൊള്ളായിരുന്നു. ഹക്കീം ഷാ ആൻഡ് ഹക്കീം ഷായുടെ റിയൽ ലൈഫ് സ്പൗസ് തന്നെ ഇതിനകത്ത് റിയൽ ലൈഫ് സ്പൗസ് സന അൽത്താഫ്. പക്ഷെ കുറച്ചുള്ളൂ. ബട്ട് ഹക്കീം ഷാ ആക്ച്വലി ഇതിനകത്ത് കുറേ ഉണ്ട്. ഹക്കീം ഷാ ഒരു മെയിൻ ക്യാരക്ടറാണ്. അതുപോലെ നിശാന്ത് സാഗർ ഉണ്ട്. കാസ്റ്റിംഗ് ഒക്കെ കൊള്ളാം, കാസ്റ്റിംഗ് എല്ലാം രസമുണ്ടായിരുന്നു, ആക്ടിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ്. ഫസ്റ്റ് ഹാഫിന് വേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. ആൻഡ് ലൈക്ക് വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ മോശമൊന്നും തോന്നത്തില്ല. ഇപ്പം ഞങ്ങളുടെ ഒപ്പീനിയനാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് ഞങ്ങൾക്ക് ഇത്രയും തോന്നിയെന്ന്. എല്ലാവർക്കും പല അഭിപ്രായം ഉണ്ടാവും. അപ്പം നിങ്ങൾ പോയി കണ്ടു നോക്കും. അതെ രണ്ട് ഹിന്ദി പാട്ടും ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അമേരിക്കൻ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നത്. കുറച്ച് പരിപാടിയൊക്കെ ഇട്ടുണ്ട്. കുറച്ച് EDM പരിപാടി ഉണ്ട് ഇടിയുടെ സമയത്തൊക്കെ. ആൻഡ് റിയലി ഗുഡ്. അവരൊക്കെ പിന്നെ പ്രൂവൺ വെറ്ററൻസ്, അവരൊക്കെ മോശമായിട്ട് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും ടെക്നിക്കലി ഈ സിനിമ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ പോയി തന്നെ കാണുക. ആൻഡ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഇപ്പം ഞങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റസ്നോ. ഞങ്ങളുടെ ഒപ്പീനിയൻ ഇതാണ്. ഡെഫിനറ്റ്ലി ലെറ്റസ്നോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ളത്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ, അഡിയോസ് അമീഗോസ്.